ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, അല്ലെങ്കിൽ ബന്ധുക്കളാകാം, ജോലി സ്ഥലത്തുള്ളവരാകാം, ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അത്തരത്തില് നിങ്ങളോട് നെഗറ്റീവായിട്ട് ചെയ്തിട്ടുള്ള അവരുടെ കർമ്മം എന്തായിരിക്കും, അവർക്ക് കിട്ടാൻ അവരുടെ വിധി എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, എങ്കിലും അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ നടക്കും, അവരിപ്പോൾ സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി അവര് നിങ്ങളെ ഒരുപാട് കൺട്രോളിങ് ആയിരുന്നു, ഒരുപാട് നിയന്ത്രണം നിങ്ങൾക്ക് വെച്ചിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അവര് വല്ലാതെ കൺട്രോൾ ചെയ്ത ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് അവരുടെ ഇഷ്ടങ്ങൾക്കാണ് അവർ പ്രാധാന്യം പലപ്പോഴും നൽകിയിരുന്നത്. അവർക്ക് മുൻപന്തിയിൽ നിൽക്കണം, അവർ പറയുന്നത് എല്ലാവരും കേൾക്കണം, നിങ്ങളുടെ കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും തരാതെ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആ ഒരു സമയത്ത്. നിങ്ങൾ ഇത് ആലോചിച്ച് ഒരുപാട് ഹേർട്ട് ആയതായിട്ടുള്ള കാർഡാണ് ഇവിടെ കാണുന്നത്. അതായത് അവരെന്ത് പറയുന്നോ അതെല്ലാം നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം, നിങ്ങൾ എല്ലാത്തിനും യെസ് മൂളണം എന്നുള്ള ഒരു രീതിയിലാകാം. അവര് എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ പോലും നിങ്ങൾ വിട്ടുകൊടുക്കുക. അങ്ങനെയൊക്കെ പല രീതിയിൽ ഉള്ള ഒരു തരം കൺട്രോൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇത് ചിലപ്പോഴും നിങ്ങളുടെ ഒരു എക്സ് ലവറോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡോ അല്ലെങ്കിൽ എക്സ് വൈഫോ അല്ലെങ്കിൽ മാരേജുമായിട്ട് റിലേറ്റ് ചെയ്തതോ ആയിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ഇത് കാർഡ് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അത് പക്ഷെ എൻഡ് ആയി പോയ ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കൂടുതലും വന്നിരിക്കുന്ന അങ്ങനെയാണ്. ചിലപ്പോൾ ഈ അടുത്ത് വിട്ടുമാറിപ്പോയ എന്തെങ്കിലും ബന്ധങ്ങളുമാകാം. കുറച്ചു പേർക്ക് ഇവിടെ ലവേഴ്സിന്റെ എനർജിയും കാണുന്നുണ്ട്. അല്ലാത്തവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. അതിപ്പോ ഫ്രണ്ട്സ് ആയാലും ശരി, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയാലും ശരി, റിലേറ്റീവ്സ് ആയാലും ആരോ ആയിക്കൊള്ളട്ടെ, അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ല, നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്. അതായത് അവരുമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. അതായത് അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ല ഇനി കാണുന്ന രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾ പരസ്പരം, അതായത് നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടക്കാം. അതായത് ഒരു തരത്തിലുള്ള ഒരു എൻഡിങ്, അതായത് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴില്ല, ആ പേഴ്സൺ ആയിട്ട് നിങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാറില്ല. അതിപ്പോ ആരായാലും, ഇപ്പോൾ നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയാലും ശരി, നിങ്ങളുമായിട്ട് ഇപ്പോൾ അധികം അവരുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്ത ഒരു രീതിയാണ്. നിങ്ങൾ രണ്ട് വഴിക്ക് പിരിഞ്ഞു പോയതുപോലത്തെ ഒരു രീതിയാണ്. ചിലർക്ക് റിലേഷൻഷിപ്പ് തന്നെ ആകാം. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണോ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി, അത് നിങ്ങൾ ഓർക്കുക. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയുമാകാം. കാരണം ഒരു വീട്ടിൽ തന്നെ ജീവിച്ചാലും ഒരുപക്ഷെ യാതൊരു തരത്തിലുള്ള മാനസിക അടുപ്പവും ഇല്ലാതെ രണ്ട് മുറിയിൽ കഴിയുന്ന ആ ഒരു രീതിയുമാകാം. അവർക്കിപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്ന് എവിടെയോ അവരുടെ മനസ്സിൽ ഉള്ളതായി കാണുന്നു. നിങ്ങളോട് സോറി പറയണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ചെയ്തതിന്റെ ഒരു കുറ്റബോധമൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അവര് നിങ്ങളെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകില്ല, നിങ്ങളോട് സോറി പറയണം എന്ന ആഗ്രഹം അവർക്കുണ്ട്. അവർക്ക് പലപ്പോഴും രാത്രികളിൽ ഒരു സമാധാനമില്ലായ്മ, അതായത് അവർക്ക് ഒരു കുറ്റബോധം, നിങ്ങളോട് കാണിച്ചു കൂട്ടിയ ആ കാര്യങ്ങൾക്കുള്ള ഒരു കുറ്റബോധം അവരുടെ മനസ്സിൽ ഉള്ളതായിട്ട് കാണുന്നു. പകലൊന്നും ചിലപ്പോൾ അവരത് ഓർക്കണമെന്നില്ല അല്ലെങ്കിൽ ആലോചിക്കണമെന്നില്ല. പക്ഷെ രാത്രി സമയങ്ങളിൽ മനസ്സൊക്കെ ശാന്തമായിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇമോഷണൽ ആകുന്നുണ്ട്. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ കുറ്റബോധം, ഒരു റിഗ്രറ്റ് അവർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ അവര് സ്വപ്നങ്ങളിൽ പോലും അവർക്ക് ചെയ്ത തെറ്റ് ഓർമ്മപ്പെടുത്തുന്നുണ്ടാകാം. അത് യൂണിവേഴ്സിന്റെ അടുത്ത് നിന്നുള്ള ഒരു സൈനാണ്. അത് യൂണിവേഴ്സ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. നിങ്ങൾ എത്ര ശരിയായിരുന്നു, അവർ എത്ര തെറ്റായിരുന്നു എന്ന് യൂണിവേഴ്സ് കാണിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. അവർ തിരിച്ചറിയുന്നത് പോലെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് രാത്രികളിൽ ആ സമയത്ത് നമ്മൾ ശാന്തമായിരിക്കുമല്ലോ, മനസ്സിൽ വേറെ ചിന്തകൾ
ചിന്തകളൊന്നും ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ അവരുടെ മനസ്സിൽ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള ഒരു കുറ്റബോധം അവർക്ക് ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് അത് ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. ചില പേർക്ക്, എല്ലാവർക്കും അല്ല. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോഴും നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആരെങ്കിലും ഒക്കെ ആകാം നിങ്ങളെ ഈ വേദനിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ ആകാം. ഫാമിലി മാത്രമല്ല, റിലേഷൻഷിപ്പിന്റെ കാര്യവുമാകാം. അതായത് ഇപ്പോ ഭാര്യയും ഭർത്താവും അങ്ങനെയും ആകാം. കുറച്ചു പേർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി, ലൈക്ക് കമ്മിറ്റ്മെന്റിന് റെഡി ആയിരുന്ന വ്യക്തി നിങ്ങളെ വിട്ടു പോയതായിരിക്കാം. അങ്ങനെയും ആകാം. ചില പേർക്ക് നിങ്ങളുടെ ബന്ധുക്കൾ ആകാം. ഫാമിലിയിൽ ഉള്ള മെമ്പർ തന്നെ ആയിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചത്. ഇവിടെ അങ്ങനെ ഒരു കാർഡ് കാണുന്നുണ്ട്. ചിലർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ആകാം. ഇവിടെ ഒരു ചീറ്റിംഗ് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നു. അതായത് ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ചീറ്റിംഗ്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ചീറ്റിംഗ്. അവർ നിങ്ങളെ ഫിനാൻഷ്യലി ചീറ്റ് ചെയ്തതായിരിക്കാം. ഒരുപക്ഷെ ഫിനാൻഷ്യലി നിങ്ങളെ ഉപയോഗിച്ച ആൾക്കാരാകാം. അപ്പോൾ അതിന്റെ കാർഡാണ് ഇവിടെ കാണുന്നത്. മുൻപ് പറഞ്ഞതുപോലെ അവർക്കിപ്പോഴും ഒരുപാട് കുറ്റബോധമുണ്ട്. അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവര്, ഇവിടെ കാണുന്നു. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങളിൽ ഐ തിങ്ക് അവർ നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ഇഷ്ടങ്ങൾ പോലെയാണ് എല്ലാം നടന്നത്. പക്ഷെ എവിടെയോ നിങ്ങൾ അതില് കുറെ കാലം സ്റ്റക്കായി നിന്നു, ഒന്നും മനസ്സിലാകാതെ അതിൽ തന്നെ അങ്ങ് നിന്നു. ഐ തിങ്ക് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് വോൺസിന്റെ കാർഡ് കാണുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി കാണുന്നത് കമ്മ്യൂണിക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതിന്റെ സ്റ്റെപ്പ് എടുക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണുന്നു. കാരണം അവര് ആ തെറ്റ് ചെയ്തത് അവർക്ക് റിയലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതായത് നിങ്ങളോട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പേടി ഉള്ളത്. അതായത് അവർക്കറിയാം അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാകാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു മടി കാണിക്കുന്നത്. സോറി പറയണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ വന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് സോർട്സിന്റെ ഒരു എനർജി കാണുന്നു. അതായത് ഇവിടെ കാണുന്നത് അവസാനം നിങ്ങൾ തന്നെയാണ് ആ ഒരു സ്റ്റെപ്പ് എടുത്തത് എന്നാണ്. ഐ തിങ്ക് ഇനി ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത ഒരു നീക്കം ഒരുപക്ഷെ നിങ്ങളാകാം അവിടെ തീരുമാനം എടുത്തത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളെ വിട്ടുപോയാലും ശരി, നിങ്ങൾ അവരെ വിട്ടുപോയാലും ശരി, മേ ബി ഫൈനലി ആ ഒരു സ്റ്റെപ്പ് ഇനി മതി എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തത് നിങ്ങളായിരിക്കാം. മൂവ് ഓൺ ചെയ്തത് നിങ്ങളായിരിക്കാം. എഗെയിൻ ഇവിടെ ഫാമിലിയാണ് കാണുന്നത്. കുറച്ചു പേർക്കെങ്കിലും ഇവിടെ എക്സ് വൈഫ് അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ് എന്നുള്ള രീതിക്ക് വന്നിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങളാണ് ആ റിലേഷൻഷിപ്പ് നിന്നും ഇറങ്ങി വന്നത് അല്ലെങ്കിൽ വിട്ടുമാറി പോകുന്നത്. ഇനി മതി, എന്നെ കൺട്രോൾ ചെയ്തത് മതി എന്നുള്ള ഒരു തോന്നല്, സെൽഫ് റെസ്പെക്റ്റോട് കൂടെ ഇറങ്ങി വന്നത് നിങ്ങളാകാം. അത് ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് തന്നെ ആവണമെന്നില്ല, റിലേറ്റീവ്സ് ആയാലും. ചിലപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ ഫാമിലി മെമ്പർ ആകാം. അതായത് നിങ്ങൾ തീരുമാനമെടുത്തു, ഇനി ഈ ഒരു സിറ്റുവേഷനിൽ വേണ്ട, ഈ ഒരു സിറ്റുവേഷനിൽ ഇനി ഞാൻ നിൽക്കുന്നില്ല, ആക്ഷൻ എടുക്കണം. അങ്ങനെ ആക്ഷൻ എടുത്തു, നിങ്ങൾ പുറത്തു വന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു ഡെവിൽ എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു ഡെവിൽ എനർജിയിൽ നിന്നും പുറത്തു വന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ തീരുമാനമെടുത്തു, ഇനി പറ്റില്ല, കോൺഫിഡൻസോട് കൂടി ഈ ഒരു സിറ്റുവേഷനെ കട്ട് ഓഫ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ആയി. ഒരു സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എന്ന് മാത്രം എടുക്കണ്ട. അതിപ്പോൾ ഫാമിലി ആകാം, മുൻപ് പറഞ്ഞതുപോലെ ഏതൊരു റിലേഷൻഷിപ്പും ആകാം. അവരുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതെ ആയാൽ അവരെ ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെയുള്ള രീതിയുമാകാം. മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ച ആള് വിഷമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നിയത് അവർക്കും ഇതേ എക്സ്പീരിയൻസ് അവരുടെ ലൈഫിൽ എന്തോ ഉണ്ടായിട്ടുണ്ട് ആരിൽ നിന്നെങ്കിലുമൊക്കെ. അവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ അവർക്ക് തിരികെ കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എവിടെയോ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് എവിടെയോ ഒരു വേദന കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടെയാണ് അവർക്ക് ഈ ഒരു കുറ്റബോധം അല്ലെങ്കിൽ റിയലൈസേഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. എഗെയിൻ ഞാൻ റീഡിങ്ങിൽ കുറച്ച് കാർഡ്സ് കൂടെ എടുത്തിരുന്നു. അപ്പോൾ അതിന്റെ
അതുകൂടെ വായിക്കാം. അത് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇവിടെ വളരെയധികം ആ വ്യക്തിയെ കെയർ ചെയ്തിട്ടുണ്ട് എന്നാണ്. ചെയ്തിരുന്നു. ചിലർക്ക് മാരേജ് ആണ് ഇവിടെ കാണുന്നത്. മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ മാരേജ് സിറ്റുവേഷനിലായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്ന് വീണ്ടും കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്തു. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗോസിപ്പുകൾ ആകാം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം വന്നത് ഇതൊക്കെ കൊണ്ടാകാം. നിങ്ങൾ ഈ കാര്യങ്ങളിൽ ഞാൻ ഇനി ഇല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ആരായാലും അവരുടെ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നും നിങ്ങൾ ടോട്ടലി ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി എന്ന് കാണുന്നു. ഇനി ഈ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ നിൽക്കില്ല, എനിക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തി നിങ്ങൾ മാറി. നിങ്ങൾ എന്തോ ആയിക്കൊള്ളൂ എന്നുള്ള ഒരു രീതിയായി നിങ്ങൾക്ക് ഞാൻ എൻ്റെ ലൈഫിൽ മുൻപോട്ട് പോകും, മൂവ് ഓൺ ചെയ്തു എന്നുള്ള ഒരു മനസ്സാണ്, നിങ്ങളുടെ ആ ഒരു മനസ്സാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് വിട്ടുപോയതായിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് അവർക്ക് ചില മുൻപ് പറഞ്ഞതുപോലുള്ള റിയലൈസേഷൻസ് വന്നത് എന്നാണ് എനിക്ക് കാണുന്നത്. അവർ മാപ്പ് പറഞ്ഞ് വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് തിരിച്ചു വരാനാണ് സാധ്യത, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ മൈൻഡ് എങ്കിലും ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അവർക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. എന്നാലും അവർക്ക് തിരിച്ചു വരണം എന്നുണ്ട്. അവർക്ക് ഒരു പേടിയുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വന്നാൽ നിങ്ങൾ ദേഷ്യപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ അവരോട് പ്രതികരിക്കും എന്നുള്ള ഒരു രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് വരാൻ അവർ ശ്രമിക്കും. പക്ഷേ ഇവിടെ കാണുന്ന എനർജി നിങ്ങൾക്ക് അതിനി താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പവറിൽ നിൽക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. അതായത് ആ ഒരു പേഴ്സൺ വന്നാൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് നിങ്ങൾക്ക് ഇല്ല എന്നാണ് ഇവിടെ എനിക്ക് കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ നമ്മൾ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സംശയമുള്ളവർക്കൊക്കെ റീഡിംഗ് എടുക്കാവുന്നതാണ്. സർവേശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.